ഹലോ ഫ്രണ്ട്സ്, MR9 വേൾഡിന്റെ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഇത് നോക്കി വിടാട്ടാ. ഇതെന്താന്ന് അറിയോ? ഇത് ഏടച്ചാ ഇതെന്ത് സംഭവം അറിയോ? ഇത് ഏടെ സ്ഥലം അറിയോ? ഇത് എവിടെയാണെന്ന് അറിയോ? നമ്മളെ സ്വന്തം കുഷാനഗർ റെയിൽവേ ഗേറ്റിൻ്റെ ആടെയാണ്. നമ്മളെ സ്വന്തം കുഷാനഗർ റെയിൽവേ ഗേറ്റ്, നമ്മളെ നാട്ടിലത്തെ ഈ റെയിൽവേ ഗേറ്റ് നോക്കി. ഇവിടെ എന്തായതിന് ഒരു ടെമ്പോ കുത്തിയിട്ട് ഇതായത്, ടെമ്പോ കുത്തിയിട്ട് ഗേറ്റ് പൊട്ടിട്ട് ഇപ്പുറത്തേക്കായി. ഒരു ഗുഡ്സ് ട്രെയിന് അങ്ങനെ വരുമ്പോഴാണ് സമ്മതിച്ചത്. ടെമ്പോ കുത്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റോപ്പിന്ന്. ഇതൊക്കെ ടെമ്പോ കുത്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ തിരുവനന്തപുരം എക്സ്പ്രസ് പോയിട്ടാ. ട്രിവാൻഡ്രം ഇപ്പം LHP ആക്കിയ ട്രിവാൻഡ്രം എക്സ്പ്രസ് പോയിന്. ഇയാളാണ് ആക്കിയത്. ഇതൊക്കെയാണ് ചെയ്തത്. ഇതൊക്കെയാണ് തിരുവനന്തപുരം എക്സ്പ്രസ് പോയ വീട് എടുക്കാൻ കഴിഞ്ഞിട്ട്. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷമായിട്ടാണ്, കുറച്ച് സെക്കൻഡ് ആയിട്ടാണ് ബ്ലോഗ് ഇറക്കാൻ തുടങ്ങിയത്. ഇവിടെ കുഷാനഗർ റെയിൽവേ ഗേറ്റിനെ കുറിച്ച് പറയാണ്. ഇവിടെ കുഷാനഗർ റെയിൽവേ ഗേറ്റ് എങ്ങനെ വെച്ചെങ്കിൽ, ഞാൻ റിക്ഷയിൽ മുറിയനാവിലേക്ക് വാടക റിക്ഷ സ്റ്റാൻഡിൽ പോകുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് കാണുന്നത്. ഇവിടെ ഗേറ്റ് എടുത്തിട്ട് എറണാട് എക്സ്പ്രസ്, അതിന് മുമ്പ് എറണാട് എക്സ്പ്രസ് ഉണ്ടായിന്. ആ എറണാട് എക്സ്പ്രസ് പോയിട്ട് ഗേറ്റ് തുറന്നിട്ടുണ്ടായിട്ട. കാരണം മൊബൈൽ ആപ്പിലാണ് നോക്കിന്. എറണാകുളം തിരുവനന്തപുരം അടുത്തടുത്ത് തന്നെ. ആ എറണാട് എക്സ്പ്രസ് പോയിട്ട് ഗേറ്റ് തുറന്നിട്ട് ഉണ്ടായിട്ടാണ് ആപ്പ് നോക്കിയത്. എറണാട് ഫസ്റ്റ് കാണാൻ നിന്നത് 3:32 അല്ല 42. അപ്പോൾ ആണ് തിരുവനന്തപുരം 43 നിന്നത്. അപ്പോൾ ഗേറ്റ് തുറക്കില്ല. ഒരു മിനിറ്റ്, ഇത് തിരുവനന്തപുരത്തിന് ഇത് സിഗ്നൽ ഇട്ടാൽ ഈ ഗേറ്റ് തുറക്കില്ല. അപ്പോൾ രണ്ടാമത് ഇങ്ങോട്ട് നോക്കുമ്പോൾ മീറ്റർ കയറ്റം വേണ്ട. കയറ്റത്തിനാർന്ന് ഫുള്ള് വണ്ടി ലൈനിൻ്റെ വണ്ടിയെല്ലാം തിരിക്കുന്നത്. ഗേറ്റ് അടിച്ച് നമ്മൾ ലൈനിൽ നിന്ന് വണ്ടിയെല്ലാം തിരിച്ച് മീറ്ററിലേക്ക് പോകുന്നത്. ഇനി തുറക്കില്ലാന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കീമാണ് ഇതൊക്കെ കണ്ടത്. ഇവിടെ ഗേറ്റിൻ്റെ ആടെ കീമാണ് ഇതെല്ലാം കണ്ടിട്ടാണ് എന്താക്കിയത്, വ്ലോഗ് ചെയ്ത് എല്ലാം അറിയുന്നത്. ആൾക്കാർ ഫുള്ളും മൊത്തം നിന്ന് നീട്ടാ. ഇത് ശരിക്കും ആ മുട്ട വണ്ടിയാണ് അയാൾ ഇതാക്കിയത്. ഗുഡ്സ് ട്രെയിന് മുക്കിയത് സ്റ്റോപ്പ് ആരെ ഫുള്ളും പൊട്ടിച്ചിട്ട് വീണപ്പുറം. ശരിക്കും ലോറിക്ക് വരെ പോവാങ്ങില്ല. ലോറിക്ക് വരെ ബസ്സിന് വരെ ഗേറ്റ് നല്ലോണം താനാ വരെ ലോറിക്ക് ബസ്സിന് വരെ പോവാങ്ങില്ല. പിന്നെ അങ്ങനെ ടെമ്പോ കുത്തി തെറിപ്പിച്ചാൽ പറയണ്ട്. നല്ലോണം താനാ വരെ ലോറിക്ക് ബസ്സിന് വരെ പോവാങ്ങില്ല. പിന്നെ എന്താ ടെമ്പോ ചെയ്തത്? അല്ല മനസ്സിലാട്ടെ. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടാ. ഈ സിഗ്നൽ ഇത് റോഡ് സൈഡിലെ സിഗ്നലാണ്. ആ ഭാഗത്താണ് സൗത്ത് ഓഫ് സ്കൂൾ മൂവാരിക്കൊണ്ട് കാണുന്നത്. ആരാണ് അവിടെയാണ് സൗത്ത് ഓഫ് സ്കൂളിലേക്ക് പോകുന്ന റെയിലിൻ്റെ ഭാഗം. സൗത്ത് ഓഫ് സ്കൂൾ മൂവാരിക്കുണ്ടും ഉണ്ടാവും. കുറച്ചപ്പുറം മൂവാരിക്കുണ്ട്. മുറിയനാവി ഭാഗമാണ് ആ വളവിലെത്തുന്നത്. മുറിയനാവി ഭാഗം ആ വളവ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവരെ പരിചയപ്പെടാം. ഇതൊക്കെ നമ്മളെ മുതലാളി, എൻ്റെ മുതലാളിൻ്റെ ഫ്രണ്ടായിട്ട് കിട്ടിയ എൻ്റെ മുതലാളിൻ്റെ ഫ്രണ്ട് തമിഴനാണ്. മലയാളം ഫുള്ളറിയാം. അയാൾക്ക് മലയാളം നല്ല ഭംഗിയില്ല. തമിഴാണ് അവർ തമിഴാണ്. മലയാളം പഠിച്ചിട്ടാണ് ഏതും മലയാളം പഠിച്ചത്. എൻ്റെ മുതലാളിൻ്റെ ഫ്രണ്ട്, എൻ്റെ പണി വെക്കാൻ പോകുന്ന അയാളെ ഫ്രണ്ട് അദ്ദേഹം. അങ്ങനെ ബ്ലോഗ് എൻ്റെ എടുക്കുക എടുത്തതാണ്. അദ്ദേഹം ജനിച്ചത് 1990 മാർച്ച് 24. ചെറിയ വയസ്സ്. 1990 മാർച്ച് 24 ജനിച്ചതാണ്. മാർച്ച് 24 1990 മാർച്ച് 24. ചെറിയ വയസ്സാണ്. 90 ജനിച്ചാണ്. മാർച്ച് 24. ഇത് നമ്മൾ ഇതാണ്. അതിൻ്റെ ആ റിക്ഷ പോന്നിട്ട് ഒരു ട്രെയിന് സൗത്ത് ഓഫ് സ്കൂൾ ഭാഗത്തേക്ക് പോയെങ്കിൽ എല്ലാ ട്രെയിനും വേറെ ട്രെയിൻ വേറെ ട്രെയിന് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ ആ വളവിലെത്തി ഫുള്ള് എത്തിയിട്ടാകുമ്പോൾ ഗേറ്റ് തുറക്കും. അഥവാ ഒരു ട്രെയിന് കാനങ്ങാടിന് വിട്ട് കഴിഞ്ഞാൽ ആ വളവിൻ്റെ അടുത്തുനിന്ന് എത്തിയിട്ടാകുമ്പോൾ ഗേറ്റ് തുറന്നില്ലെങ്കിൽ, ആ സിഗ്നൽ പാസ്സായ ഗേറ്റ് തുറന്നില്ലെങ്കിൽ വേറെ ട്രെയിൻ ഉണ്ടെന്നാണ് അർത്ഥം. ഇനിയും ഗേറ്റ് തുറന്നില്ലെങ്കിൽ എവിടെ വെച്ചാൽ ഈ വളവിൻ്റെ ആടുന്ന്. കാരണം ആ വളവ് വേണ്ട. ആ വളവിൻ്റെ ആടുന്ന് വേറെ ട്രെയിൻ ഇല്ലെങ്കിൽ ഗേറ്റ് തുറക്കും. സൗത്ത് സ്കൂൾ ഭാഗത്തേക്ക്
പോയെങ്കിൽ പോകുന്ന ട്രെയിനെങ്കിൽ. പിന്നെ സൗത്ത് സ്കൂൾ ഭാഗത്ത് പോകുന്ന ട്രെയിൻ ഉണ്ടെങ്കിൽ ആ വളവിൻ്റെ ഫുള്ള് കോച്ച് ഫുള്ള് എത്തിയിട്ട് ഗേറ്റ് തുറന്നില്ലെങ്കിൽ അത് വേറെ ട്രെയിൻ ഉണ്ടെന്നാണ് അർത്ഥം. വേറെ ട്രെയിൻ ഉണ്ടെങ്കിൽ അതാണ് ആ പറഞ്ഞത്. അതെ, ട്രെയിൻ അടുത്ത് കിട്ടുമ്പോൾ സിഗ്നൽ പാസ് കൊടുക്കൽ. ട്രെയിൻ വരുന്ന ആ സമയത്താണ് അവിടെ കുസാനഗർ റെയിൽവേ ഗേറ്റ് ഏത് ഗേറ്റിലാണ് അത് സിഗ്നൽ പാസ് കൊടുക്കലാണ്. സിഗ്നൽ പാസ് ഏത് ഗേറ്റാണെങ്കിൽ സിഗ്നൽ ആ പറഞ്ഞ മനസ്സിലായല്ലേ? അല്ല ആ കാണണ ആ കാണാൻ ഫുള്ള് കോച്ച് എത്തി ആ ഗേറ്റ് തുറക്കില്ല പറഞ്ഞത്. വേറെ ട്രെയിൻ ഉണ്ടെങ്കിൽ ഫുള്ളും എത്തിച്ചാകുമ്പോൾ ആ ഭാഗത്ത് കാനങ്ങാട് ഭാഗത്തും വിട്ടിട്ട് സൗത്ത് സ്കൂൾ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ വളവാണ് പറഞ്ഞത്. വേറെ ട്രെയിൻ ഇല്ലെങ്കിൽ ഗേറ്റ് തുറക്കും ഫുള്ള് കഴിഞ്ഞിട്ട്, ഉണ്ടെങ്കിൽ തുറക്കില്ല അത്ര. ഇതാണ് സിഗ്നൽ പാസ് ചെയ്തെങ്കിൽ. സിഗ്നൽ പാസ്സാണ് എല്ലാവരും പറയുന്നത്. സിഗ്നൽ പാസ് കിട്ടിയെങ്കിൽ ഗേറ്റ് തുറക്കൂലാണ്. സിഗ്നൽ പാസ് കൊടുത്തോണ്ട് അല്ല അതാ പറയുന്നത്. ആരെ സിഗ്നൽ പാസ് ആണെങ്കിൽ ഗേറ്റ് സിഗ്നൽ, ഹോം സിഗ്നൽ. ഇപ്പം ആ കാണാൻ കണ്ട ആ റിക്ഷ വെക്കുന്നത് അവിടെ പച്ചായെങ്കിൽ സ്കിപ്പായിട്ട് പോകാൻ, മഞ്ഞായെങ്കിൽ സ്റ്റോപ്പ് നിൽക്കണ്ടേക്കും. സ്റ്റോപ്പ് വരുന്നില്ല. ഇപ്പുറം ആരെ വേറെ സിഗ്നൽ കിട്ടില്ലെങ്കിൽ ട്രെയിൻ അവിടെ നിൽക്കും. കാരണം ഇത് കണ്ട ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ഇത് മറ്റേ സിഗ്നൽ റോട്ടിൽ അറിയാൻ വേണ്ടിയിട്ട്. വേറെ ട്രെയിൻ ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത്. വേറെ ട്രെയിൻ ഉണ്ടോ ഇല്ലാന്ന്. അത് മഞ്ഞെങ്കിൽ ഗേറ്റ് തുറക്കും. ഇനിയും ചോപ്പെങ്കിൽ വേറെ ട്രെയിൻ ഉണ്ടെന്ന് അതവിടെ കൊടുത്തത്. അത് ആൾക്കാർക്ക് വണ്ടി റിക്ഷയ്ക്കും കാറിനും ലോറിക്കും ബസ്സിനും അറിയാൻ വേണ്ടിയിട്ടാണ് അതവിടെ വെച്ചത്. പക്ഷെ ഈ കുസാനഗർ ഗേറ്റ് തുറക്കുന്നത് റിക്ഷനെ കാണേണ്ട ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് ഇങ്ങനെ തുറക്കുന്നത്. അയാളെപ്പോഴും ചെയ്യുന്നത് റിക്ഷയ്ക്കും കാറിനും സ്കൂട്ടറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ട്രെയിൻ വരുമ്പോൾ വേഗം അടുക്കണമല്ല, അല്ലെങ്കിൽ എന്താണെന്നറിയാം ഗേറ്റ് ഇങ്ങനെ റെയിൽവേ ഗേറ്റ് ഇങ്ങനെ വെച്ചത്. ഗേറ്റ് തുറന്നിട്ട് ഗേറ്റ് അടക്കുന്ന സമയമാണെങ്കിൽ ഗേറ്റ് അടിച്ചില്ലെങ്കിൽ റിക്ഷ കാറ് പോകുമല്ലോ, നിൽക്കാൻ കഴിയില്ല. അവർക്ക് ക്രോസ് ആക്കാൻ അവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ക്രോസ് ചെയ്താലും കുത്തുന്നതിന് ക്രോസിനവിടെ സ്റ്റോപ്പ് നിൽക്കാൻ കഴിയില്ല, സ്റ്റോപ്പാക്കാൻ. അതുകൊണ്ടാണ് ഗേറ്റ് റെയിൽവേ ഗേറ്റ് ഇതടിച്ചാൽ പിന്നെ എല്ലാവരും നിൽക്കുമല്ലോ, ട്രെയിൻ വരുന്നവരെ കാത്തിക്കുമല്ലോ. ഗേറ്റ് ഇങ്ങനെ അടിച്ചെങ്കിൽ അതിനാണ് ഇതാക്കിയത്. അവിടെ പോലീസെല്ലാം വന്നിട്ടുണ്ട്. അതിനാണ് റെയിൽവേ ഗേറ്റ്. മനുഷ്യന്മാരാണെങ്കിൽ കടന്നിട്ട് പോകുന്നല്ല, ട്രെയിൻ വരുന്നത് അറിയാൻ നോക്കിയിട്ട് അത് കടന്നിട്ട് പോകുന്നു. നോക്കിയിട്ടും അങ്ങനെ പോയിക്കൂടാ, ശരിക്കും അങ്ങനെ പോകാൻ പാടില്ല. പക്ഷെ ലോറിക്കും ബസ്സിനും അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഗേറ്റ് തുറന്നിട്ട് ട്രെയിൻ ഉണ്ടെന്ന് റിക്ഷയ്ക്കും കാറുന്നു. അതുകൊണ്ടാണ് ഈ ഗേറ്റ് ഇങ്ങനെ ആക്കിയത്. ഗേറ്റ് ഇതടിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഉണ്ടെന്നല്ല അർത്ഥം, ട്രെയിൻ വരുമെന്ന്. ആ അടുത്തെങ്കിൽ പാസ് കിട്ടിയെങ്കിൽ മാത്രമാണ് ഗേറ്റ് എടുക്കുന്നത്, അടുത്തെങ്കിൽ മാത്രം. ഇവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവർക്ക് വേണ്ടിയിട്ടാണ് അയാളിങ്ങനെ പണിയെടുക്കുന്നത്. എല്ലാവരും പറഞ്ഞു നേരത്തെ, അനക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗേറ്റ് അടുക്കുന്നത് തുറക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല. അയാളങ്ങനെ പറഞ്ഞു. ഇയാളാണ് അതാ, ഇതാണ് ഗേറ്റ് അടുക്കുന്ന പൊന്തിക്കുന്ന ഇതാക്കുന്ന സാധനം. റിക്ഷയ്ക്കും കാറിനും വേണ്ടിയിട്ട്. ഇത് ഈ വണ്ടിയാണ് കുത്തിയത്. നേരത്തെ പറഞ്ഞ് ഈ വണ്ടിയാണ് കുത്തിയത്. ഈ വണ്ടി എനിക്ക് വേണ്ടിയിട്ടല്ല, റിക്ഷയ്ക്കും ഒരു കാര്യം ശരിക്കണം. മനുഷ്യന്മാരെങ്കിൽ കടന്നിട്ട് പോകുന്നത് അങ്ങനെ പോയിക്കൂടാതിരിക്കൂട്ടാ. ശരിക്കും അങ്ങനെ പോവാനേ പാടില്ല. ട്രെയിന് വരുന്നുണ്ടെങ്കിൽ എന്താ ഇരുഭാഗത്ത് ട്രെയിൻ വരുന്നില്ലെങ്കിൽ ഉറപ്പ് വെത്തിച്ചെങ്കിൽ മാത്രമേ ട്രാക്ക് മുറിച്ച് കറക്കുക, അല്ലെങ്കിൽ ട്രാക്ക് മുറിച്ച് കറക്കാൻ പാടില്ല. മനസ്സിലായില്ല? ഇരുഭാഗത്ത് നിന്ന് ട്രെയിൻ വരുന്നില്ലെങ്കിൽ ഉറപ്പ് വെത്തിച്ചെങ്കിൽ മാത്രമേ ട്രാക്ക് മുറിച്ച് കറക്കുക. മനുഷ്യന്മാരും പോകുന്നെങ്കിൽ റിക്ഷയ്ക്കും കാറിനും പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഗേറ്റ് ക്രോസ് ആക്കുന്നെങ്കിൽ ട്രെയിൻ വരുന്ന സമയമാകുമ്പോൾ ഗേറ്റ് എടുക്കുമല്ലോ, അപ്പോൾ അവിടെ കാത്തിക്കുമല്ലോ ട്രെയിൻ വിട്ടിട്ട് ഗേറ്റ് തുറക്കാൻ. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും കേട്ടോ. റെയിലത്ത് കളിക്കുന്നതെല്ലാം അന്നേ പറഞ്ഞിന്, സൗത്ത് ഓഫ് സ്കൂളിൻ്റെ ആ ഭാഗത്ത് നിന്ന് അന്ന് ഓറീസിൽ പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നാണ് ഈ വ്ളോഗിൽ.
പിന്നെ ഇക്ബാൽ റെയിൽവേ ഗേറ്റ് അങ്ങനെ പറഞ്ഞു ഇത് ഭാഗത്ത് ട്രെയിൻ വരുന്നില്ല ഉറപ്പ് വരുത്തിട്ട് മാത്രം ട്രാക്ക് മുറിച്ച് കറക്കുവാണ്. ഇവിടെ നോക്ക് ഓക്കെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ്. ഓക്കെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ആണ് ഫുള്ളു പരിശോധിച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ എറണാകുളം ഇയാൾക്ക് മനസ്സിലായിട്ടില്ലാട്ടാ എന്തുകൊണ്ട് ഗേറ്റിൽ ഇങ്ങനെ ഈ ട്രെയിന് സ്റ്റേഷന് മനസ്സിലാക്കിയില്ല. സ്റ്റേഷന് മനസ്സിലാക്കാൻ തെറ്റും ഫോൺ വിളിച്ചില്ല അയാൾക്ക്. അപ്പം അതാ പറയൂടെ ഗേറ്റ് വിളിച്ചിട്ടത് ഒരു പെണ്ണ് അങ്ങനെ കേട്ടിട്ട് അപ്പോൾ പറയില്ല ഇത് ഞാൻ ഡൗട്ട് ചോദിച്ചു കേട്ടാ. ആ പെണ്ണുങ്ങൾ ഫുള്ള് പറഞ്ഞാണ് ഡൗട്ടാണ് ഈ ട്രെയിൻ വിളിച്ചില്ല. അത് തെറ്റും. ഈ ട്രെയിൻ അവർക്ക് ഇങ്ങനെ മനസ്സിലാവുന്ന അറിയുന്നില്ല. അതൊക്കെ എങ്ങനെ മനസ്സിലാവും എങ്ങനെ ഗേറ്റ് എടുക്കുന്നത് അതും ചോദിച്ചത്. അപ്പോൾ അത് ഫോം വിളിച്ച് നിങ്ങളൊക്കെ എന്തെല്ലോ പറഞ്ഞു. പിന്നെ എനിക്ക് ഇത് മനസ്സിലായി ചിലപ്പോൾ ഒരു ദിവസം ഗേറ്റ് അടിച്ചിട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ട്രെയിൻ സൗത്ത് ഓഫ് ക്ലൂ ഭാഗത്തേക്ക് പോയിട്ട് ഗേറ്റ് തുറക്കുന്നില്ല, വേറെ ട്രെയിൻ വരാൻ കാത്തിക്കുന്നു. അതിൻ്റെ ഡൗട്ടുണ്ടാണ് ആ പെണ്ണുങ്ങൾ ചോദിച്ചിന്. അപ്പം അവൻ പറഞ്ഞാൽ അത് പിന്നെ സിഗ്നൽ കിട്ടിയോണ്ട് മാത്രം ഗേറ്റ് തുറക്കില്ല, വേറെ ട്രെയിനിൽ നിന്ന് ഇറക്കില്ല. ഇവിടെ കോയമ്പത്തൂർ എക്സ്പ്രസ്സും ഞാൻ തോക്കെ എറണാകുളം ഇപ്പോൾ കോയമ്പത്തൂർ എക്സ്പ്രസ് ഇതാ അങ്ങനെ പറഞ്ഞു തന്നു കുറേ കേട്ടോ. ഞാൻ ഈ ട്രെയിനിൽ കിട്ടെങ്കിൽ അപ്പുറം കൂടി സിഗ്നൽ പാസ്സായി പിന്നെ ഈ ട്രെയിൻ പോയിട്ട് ഗേറ്റ് തുറക്കില്ല. ആ ട്രെയിൻ വരാൻ വേണ്ടി കാത്തില്ല. അങ്ങനെയല്ല ഇത് പറഞ്ഞത് ആ ഒരു ഔട്ടാക്കാറുണ്ടാവും. എങ്ങനെയാണ് ഈ സൗത്ത് ഓഫ് ഭാഗത്ത് പോയിട്ട് ഗേറ്റ് വേറെ ട്രെയിനിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാൻ സർക്കാർ ഗേറ്റ് ഫാനാക്കി അതെങ്ങനെ അവർക്ക് മനസ്സിലാകും. വേറെ ട്രെയിനിൽ അങ്ങനെ മനസ്സിലാകും. ഇപ്പോൾ സൗത്ത് ഓഫ് ഭാഗത്ത് പോയിട്ട് ഗേറ്റ് തുറക്കുന്നില്ല, വേറെ ട്രെയിനിൽ വരാൻ കാട്ടില്ല. അങ്ങനെ മനസ്സിലാകും. പൈസ ഒരു ട്രെയിന് സെക്കൻഡ് സൗത്ത് ഓഫ് അത് പറയില്ല, അത് പിന്നെ ഒക്കെ അറിയാല. ഇപ്പോൾ ഈ ട്രെയിന് ഇത് ഗേറ്റ് തുറക്കും. ഇപ്പോൾ ഈ ട്രെയിന് ഇവിടെ പോയെങ്കിൽ അപ്പുറം ഗുഡ്സിൻ്റെ സിഗ്നൽ കിട്ടിയെങ്കിൽ അത് അറിയാം ഗേറ്റ് തുറക്കാൻ. അല്ല സ്റ്റോപ്പിൻ്റെ ട്രെയിനെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം. അതുപോലെ ബായ് എന്ന് പറയുന്നു.